ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമുക്ക് അടിസ്ഥാന പാഠാവലി ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ 10 ഡിസംബറിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് ആയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി, ആസ് യൂഷ്വൽ. അപ്പോൾ പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. ചിറ്റാടയും വയൽ പൂക്കളും പിന്നെ തിളങ്ങുന്ന കുറേ ഓർമ്മകളും. പള്ളിക്കുന്നിലെ തിണക്കൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ. വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി. ഉള്ളു പിടയുന്ന ആദ്യമായി അമ്മ, നെടുവീർപ്പുമായി അരികിൽ സഹോദരങ്ങൾ. തിണക്കൽ പത്മനാഭൻ നായർ ലോകമാദരിക്കുന്ന പത്മനാഭൻ എന്ന എഴുത്തുകാരനായതിനു പിന്നിൽ നീന്തിക്കടന്ന ദുരിതക്കടലുകൾ ഏറെയാണ്. പത്മനാഭൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട്. ആ ലവണാംശമാണ് പത്മനാഭൻ എഴുതിയ കുട്ടികൾ പ്രധാന കഥാപാത്രമായി വരുന്ന കഥകളിൽ പല രീതിയിൽ നാം അനുഭവിക്കുന്നത്. ബാലകൗമാര മനസ്സുകളുടെ അനുഭവ പ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ്. മഞ്ഞ നിറമുള്ള റോസാപ്പൂവ്, അന്തിവെളിച്ചം, അശ്വതി, ശിശുദിനം, വനവാസം, ഒരു കൊച്ചു ചങ്ങാതി, ഒരു ചെറിയ കഥ, ഗോട്ടി, ഒടുവിലത്തെ താവളം, വീട് നഷ്ടപ്പെട്ട ഒരു കുട്ടി, പഴയ ഓർമ്മകൾ, പുതിയ സ്വപ്നങ്ങൾ തുടങ്ങി മികച്ച ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛൻ്റെ വിയോഗം തിണക്കൽ തറവാടിനെ ബാധിച്ചത് എങ്ങനെയാണ്? ഓപ്ഷൻ എ നെടുവീർപ്പായി, ബി പട്ടിണിയായി, സി രോഗങ്ങളായി, ഡി ഒറ്റപ്പെടലായി. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ലൈനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പള്ളിക്കുന്നിലെ തിണക്കൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ. വറുതി എന്ന് പറഞ്ഞാൽ പട്ടിണി, ക്ഷാമം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് യോജിക്കുന്ന സെൻറ്റൻസാണ് അടുത്തതും. വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി പട്ടിണിയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണുനീരിൻ്റെ ഉപ്പുരസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ നിർത്താനാകാത്ത കരച്ചിൽ, ഓപ്ഷൻ ബി ദുരിതപൂർണമായ ബാല്യം, ഓപ്ഷൻ സി രുചിയില്ലാത്ത ഭക്ഷണം, ഓപ്ഷൻ ഡി കണ്ണീരിൻ്റെ ഉപ്പിന് രുചിയുണ്ട്. നീന്തിക്കടന്ന ദുരിതക്കടലുകളേറെയാണ്. പത്മനാഭൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട്. അതിൻ്റെ അർത്ഥം ഒത്തിരി ദുരിതങ്ങളോടെയാണ് അവൻ്റെ ബാല്യം കടന്നുപോയത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദുരിതപൂർണമായ ബാല്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളാകുന്ന പത്മനാഭൻ്റെ കഥകളേത്? ഓപ്ഷൻ എ അന്തിവെളിച്ചം, അശ്വതി, വനവാസം, ഓപ്ഷൻ ബി അന്തിവെളിച്ചം, അശ്വതി, കടൽ തീരത്ത്, ഓപ്ഷൻ സി അശ്വതി, അന്തിവെളിച്ചം, രാമച്ചി, ഓപ്ഷൻ ഡി കടൽ തീരത്ത്, വനവാസം, രാമച്ചി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇതിൽ അന്തിവെളിച്ചം കൊടുത്തിട്ടുണ്ട്, ദെൻ അശ്വതി കൊടുത്തിട്ടുണ്ട്, വനവാസം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, കുട്ടികളുടെ അനുഭവങ്ങളെ പത്മനാഭൻ സർഗാത്മകമായി അവതരിപ്പിച്ചത് എവിടെ? ഓപ്ഷൻ എ ചെറുകഥയിൽ, ഓപ്ഷൻ ബി നാടകങ്ങളിൽ, ഓപ്ഷൻ സി നോവലുകളിൽ, ഓപ്ഷൻ ഡി സമൂഹ മാധ്യമങ്ങളിൽ. ബാലകൗമാര മനസ്സുകളുടെ അനുഭവ പ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ്. സോ ചെറുകഥയിലൂടെയാണ് അദ്ദേഹം കുട്ടികളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നതാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. എന്ന് പറയുന്നത് ചെറുകഥയിൽ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന പ്രസ്താവന ടി പത്മനാഭന് പ്രസക്തമാകുന്നത് എപ്പോൾ? ഓപ്ഷൻ എ അച്ഛൻ്റെ വിയോഗം ഓർക്കുമ്പോൾ, ഓപ്ഷൻ ബി എഴുത്തുകാരനായി അറിയപ്പെടുമ്പോൾ, ഓപ്ഷൻ സി കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോൾ, ഓപ്ഷൻ ഡി അമ്മയെയും സഹോദരങ്ങളെയും കാണുമ്പോൾ. അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട്. ആ ലവണാംശമാണ് പത്മനാഭൻ എഴുതിയ കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന കഥകളിൽ പല രീതിയിൽ നാം അനുഭവിക്കുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പ്രവർത്തനം 2 നോക്കാം. പ്രതികരണക്കുറിപ്പ്.
കാട് കാക്കും കാട്ടുമക്കളെ, കാടിനുയരാൻ കാട്ടുമക്കളെ, കാട് പോറ്റിയ കാട്ടുമക്കളെ, ചേർന്നു നിൽക്കണം നമ്മളെന്നും. ഈ വരികളും നഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ച് ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. കാട് ആരും ഉണ്ടാക്കിയതല്ല, അത് താനേ ഉണ്ടായതാണ്. കാടിൻ്റെ നിയമം കാട്ടിലെ മക്കൾക്ക് ജന്മാല ലഭിക്കുന്നതാണ്. കാട് കാക്കുന്നതും കാട്ടുമക്കളാണ്. കാട്ടുമക്കൾ ഉറങ്ങുകയും വളരുകയും ചെയ്തത് കാട്ടിലാണ്. കാടാണ് അവരെ പോറ്റിയത്. നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ 4 വരിയിൽ വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് നഞ്ചിയമ്മയും പറഞ്ഞു വയ്ക്കുന്നത്. കാടിൻ്റെ ശബ്ദങ്ങളാണ് കാടിൻ്റെ ഭാഷ. കാട്ടുമക്കളുടെ ജീവിതത്തിൻ്റെ അടയാളമാണ് അവരുടെ ഭാഷ. ഋതുഭേദങ്ങൾ വരുമ്പോൾ കാട് സൂചന നൽകും. അപായ സൂചനകളും കാട് നമുക്ക് നൽകാറുണ്ട്. പ്രകൃതി ദുരന്തത്തെ മുൻകൂട്ടി അറിയാൻ കാടിൻ്റെ ഭാഷ സ്വായത്തമാക്കിയാൽ മതി. കാടിൻ്റെ മക്കൾക്ക് അതറിയാം. വയനാട് പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഒരു അമ്മയ്ക്കും കൊച്ചുമക്കൾക്കും അഭയം കൊടുത്തത് ഒരു കാട്ടാനയാണ്. ഇതെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്ന കാര്യങ്ങളാണ്. കാട് ഒരു വലിയ ശക്തിയും സമ്പത്തുമാണെന്ന് നാം തിരിച്ചറിയണം. നാം എല്ലാവരും ഒന്നായി നിന്ന് കാടിനെ സംരക്ഷിക്കണം. ഇതാണ് കേട്ടോ എൻ്റെ ഒരു സാമ്പിൾ ആൻസറാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആശയം കറക്റ്റാക്കി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ്. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാട്ടുമക്കളെ പറ്റി നഞ്ചിയമ്മ ഇങ്ങനെ പറയാൻ കാരണമെന്താണ്? സോ ലെറ്റ്സ് സീ ദ ആൻസർ. കാടിൻ്റെ പാട്ട് കേട്ടാണ് കാട്ടുമക്കൾ പിറക്കുന്നതും വളരുന്നതും. പാട്ട് കാട്ടുമക്കളുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് നഞ്ചിയമ്മ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനം 3 നിവേദനമാണ്. നാട്ടിലെ പൊതുവായനശാലകളെ നിങ്ങൾക്ക് പരിചയമില്ലേ? സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായി പൊതുവായനശാല ഉപയോഗിക്കാൻ അവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് വായനശാല സെക്രട്ടറിക്ക് നൽകാൻ നിവേദനം തയ്യാറാക്കുക. ബഹുമാനപ്പെട്ട മാള വായനശാല സെക്രട്ടറിക്ക് സ്നേഹഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. വിഷയം: പൊതുവായനശാല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച്. നമുക്കത് മെയിൻ എഴുത്തിലേക്ക് കടക്കാം. സർ, ഞങ്ങളുടെ സ്കൂളിൻ്റെ സമീപത്ത് ഒരു പൊതുവായനശാല ഉണ്ട്. ഞങ്ങളത് ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കുള്ള ബുക്കുകൾ ഇനിയും കൂടുതൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദിവസം വായനശാലയിൽ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നേ ദിവസം സൗകര്യപ്രദമായി വായനശാലയിൽ വന്ന് ബുക്കുകൾ എടുക്കുവാനും അത് അവിടെ ഇരുന്ന് വായിക്കുവാനും കഴിയും. എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മൾ സ്ഥലം എഴുതണം. ഇപ്പോൾ സ്നേഹഗിരി 12/12/2024 ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്ന് സ്നേഹഗിരി സ്കൂൾ വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഒരാളല്ല, നിവേദനം എന്ന് പറയുന്നത് കുറേ കുട്ടികളുടെ ഒരു അപേക്ഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പേര് 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഒരു 3 കുട്ടികളുടെ പേര് ഇവിടെ എഴുതാം. പിന്നെ ബാക്കി എല്ലാവരുടെയും ഉണ്ട് ഒപ്പ്. അപ്പോൾ കുറേ കുട്ടികളും അവരുടെ ഒപ്പുകളുമാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. ഉച്ചക്കഞ്ഞി, ഇതാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ന് എന്തു പറ്റി? ഉഷാറായി വർക്ക് ചെയ്തു വന്നിരുന്ന ജോസ് ഇന്ന് വർക്ക് ചെയ്തില്ലേ? മടിയും കുഞ്ചു എനിക്ക് സൗദാമിനി ടീച്ചർ 2 പെട കൊടുത്തു. പഠിക്കാൻ സമയം കിട്ടിയില്ല. 2 ദിവസം ഒഴിവായിരുന്നല്ലോ. കളിയാക്കിക്കൊണ്ട് ഹംസമാഷ് ഒരു നുള്ളു പാസാക്കി. ഇന്നലെ രാത്രി പണിയെടുക്കാൻ പോയിരുന്നോ? ഉറക്കം തൂങ്ങി ചന്ദ്രമാഷ് ചെവി പിടിച്ചു കുലുക്കി. ഇൻ്റർവെല്ലിന് ക്ലാസ്സിലൊരു കരച്ചിൽ. കുട്ടികളാരുമല്ല കരയുന്നത്. പിന്നെ ഒടുവിൽ കണ്ടെത്തി ജോസിൻ്റെ ബാഗിൽ നിന്നാണ്. അവൻ എവിടെ പോയി? അവസാനം ഒരുത്തൻ ബാഗ് തുറന്നു. ഒറ്റച്ചാട്ടം ഒരു കാറിലും. എനിക്ക് ചോറും പയറും വേണേ. ജോസിൻ്റെ ചോറുപാത്രം വലുതും കണ്ടിട്ട് 2 ദിവസമായിരുന്നു. യദുകൃഷ്ണൻ എന്നെ എഴുതിയ ചെറിയൊരു കഥയാണിത്. ഇപ്പം ഇതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. കഞ്ഞി എന്നുള്ള ഈ കഥ ജോസ് എന്ന കുട്ടിയുടെ പട്ടിണിയുടെ കഥയാണ്. എന്നും ഉഷാറായി ക്ലാസ്സിൽ ചെയ്തു കൊണ്ടുവരാറുള്ള ജോസ് അന്നെന്തേ വർക്ക് ചെയ്തു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് സൗദാമിനി ടീച്ചർ അവനെ അടിക്കുന്നു. 2 ദിവസം അവധിയായിരുന്നു, പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഹംസമാഷ് അവനെ നുള്ളുന്നു. അവൻ ക്ലാസ്സിൽ ഉറങ്ങുന്നത് കണ്ടിട്ട് ഇന്നലെ വല്ല പണിക്ക് പോയിരുന്നോ എന്ന് പറഞ്ഞ് ചന്ദ്രൻ മാഷ് അവൻ്റെ ചെവി തൂക്കുന്നു. ഇൻ്റർവെല്ലിന് കരച്ചിൽ കേട്ട് അവർ നോക്കുമ്പോൾ ജോസിൻ്റെ ചോറും പാത്രം കരയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവന് കഴിക്കാനായിട്ട് ചോറും പാത്രത്തിൽ ഒന്നും തന്നെ 2 ദിവസമായിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഈ കഥയുടെ ഉള്ളടക്കം.
മനോഹരമായി എഴുതിയിട്ടുള്ള ഈ കഥയിൽ ആദ്യം കളിയാക്കലുകളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഒരു കരച്ചിലിൻ്റെ, പട്ടിണിയുടെ കാര്യമാണ് ഇവിടെ വളരെ സരസമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് ചിരിയും എന്നാൽ അവസാനം എത്തുമ്പോൾ കരച്ചിലും ഈ കഥ നമ്മിൽ ഉളവാക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം 2-3 ദിവസമായി കഴിക്കാത്തതുകൊണ്ട് തന്നെ ജോസിൻ്റെ ആ വല്ലായ്മയും ഇവിടെ നമ്മെ വിഷമിപ്പിക്കുന്നു. ജോസിൻ്റെ മനസ്സിലെ ദുഃഖം എത്ര മനോഹരമായിട്ടാണ് ഒരു ചോറും പാത്രത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചോറും പാത്രത്തിൻ്റെ ഒരു ചാട്ടലും കീറലും, അങ്ങനെയാണ് ഇതവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കഥ വളരെ ഹൃദയസ്പർശിയായ കഥയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഉപന്യാസം. പ്രവർത്തനം 5. സന്തോഷവും സൗന്ദര്യവും സങ്കടവും പങ്കുവയ്ക്കുന്ന ഫാത്തിമ തുരുത്ത് പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്ക് അവിടെയൊന്ന് പോകാൻ തോന്നിക്കാണുമല്ലേ? ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളെ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. കവി കൂരിപ്പുഴ ശ്രീകുമാർ എഴുതിയ പ്രശസ്തമായ ഒരു കവിതയാണ് ഫാത്തിമ തുരുത്ത്. തുരുത്തിലെത്തിയാൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന വഞ്ചിയിൽ നിലാവ് കാണാം. അവിടെയുള്ള പൂക്കളോട് മറ്റു പൂക്കളെക്കുറിച്ച് അന്വേഷിച്ച് അവയെ കാണാം. രാക്കിളിയുടെ പാട്ടിനൊപ്പം കൂടി പാട്ടുകൾ ഏറ്റുപാടാം. കായലിൽ മാലയിട്ട് സ്വപ്നം കണ്ട് ഒഴുകി നടക്കുന്ന നിലാവിൻ്റെ വരവിരിച്ച് അതിനെ ഉണക്കി കൂടെ കൂട്ടാം. സൗന്ദര്യാത്മകമാണ് അവിടുത്തെ പ്രകൃതി. എന്നാൽ പലതരം രോഗങ്ങൾ ബാധിച്ചവരും ജീവിത ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും ഉള്ള ധാരാളം ചെറിയ വീടുകൾ തുരുത്തിലുണ്ടാകും. രോഗബാധിതരായ ആളുകൾ വേദനകളാൽ കിടന്നലറുന്ന ആ ചെറിയ കൂരകൾക്ക് ആശ്വാസം നൽകുവാൻ ജീവിതത്തിൻ്റെ ഔഷധം നിറച്ച സ്നേഹം മാത്രം മതി. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കാണാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം. ഭാവനയാത്രയാണെങ്കിലും കവി നമ്മോട് പറയുന്നത് പലവിധത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സഹജീവികളെ സ്നേഹത്താൽ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് സൗന്ദര്യവും മറുഭാഗത്ത് അതിൻ്റെ വിപരീത അവസ്ഥകളും ജീവിതത്തിൽ എന്ന പോലെ ഫാത്തിമ തുരുത്തിലുമുണ്ട്. അത് സസ്യങ്ങളെയും മനുഷ്യരെയും മുഴുവൻ ബാധിക്കുന്നതുമാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ബി. രോഗബാധിതർ കിടന്നലറുന്ന ക്രൂരതകൾക്ക് കൈവിളക്കാവുന്നത് എന്ത്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മഴ പെരുമ്പറ, പൂനിലാവ്, ജീവിത ഔഷധം നിറച്ച സ്നേഹം, മുകിലുകൾ. അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. സോ ദ ആൻസർ ഇസ് ജീവിത ഔഷധം നിറച്ച സ്നേഹമാണ് ഇതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 6. കാർട്ടൂൺ വിശകലന കുറിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ എ. ഇതാ ഒരു കാർട്ടൂൺ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ കാർട്ടൂണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു JCB ആണ്. ദേ മണ്ണൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. മണ്ണിൻ്റെ ഒപ്പം തന്നെ മണ്ണ് ഫുള്ളും ഇളക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മരവും മറിഞ്ഞു വീഴും അല്ലേ? വീട് കാണുന്നുണ്ട്. അപ്പോൾ ആ JCB പറയുകയാണ്, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും, ഒടുവിൽ ഈ നാട് ദുരന്തഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കും. ഈ ഒരു പെർട്ടിക്കുലർ കാർട്ടൂണിനെ വെച്ചിട്ട് ഉള്ള വിശകലനം നമുക്ക് എന്താണ് ഈ കാർട്ടൂണിലൂടെ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് കാർട്ടൂണിലെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വിശകലനക്കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാർട്ടൂണിൽ എനിക്ക് കാണാൻ കഴിയുന്നത് JCB മനുഷ്യനോട് പറയുന്നതാണ്. JCB പറയുകയാണ്, നിങ്ങളെല്ലാം ഇത് എന്നെക്കൊണ്ട് ചെയ്യിക്കും, അവസാനം ഇതൊരു ശാപമാണ് എന്ന് വരെ നിങ്ങൾ എന്നോട് പറയും. നമ്മൾ വികസനത്തിന് വേണ്ടി JCB ഉപയോഗിച്ച് മണ്ണൊക്കെ മാന്തിയെടുത്ത് പാടഭൂമികൾ നികത്തി കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കും. ഇതെല്ലാം ചെയ്യുന്നത് നല്ലതിനാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ ഭൂമി തന്നെ ഒരു ദുരന്തഭൂമിയായിട്ട് മാറുന്ന കാഴ്ച നമുക്കും വരും തലമുറയ്ക്കും കാണേണ്ടി വരും. അതാണ് ഈ നാട് ദുരന്തഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കുമെന്ന് JCB പറയുന്നതായി ഈ കാർട്ടൂണിൽ കാണിച്ചിരിക്കുന്നത്. ദുരന്തഭൂമിയായ പല ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഈ അടുത്ത് നടന്ന വയനാട്ടിലെ ഉണ്ടായ ഉരുൾപൊട്ടലും മറ്റും ഇതിൻ്റെ പരിണത ഫലമാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇതുമൂലം നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്നു. ഈ യന്ത്രങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനാണ്. പലപ്പോഴും ഈ യന്ത്രങ്ങളെ നമ്മൾ ദുരുപയോഗം ചെയ്ത് നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു. പാടഭൂമികളും മരങ്ങളും വനങ്ങളും സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഈ കാർട്ടൂൺ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി. പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത്. പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. പിടിവള്ളി കൊടുക്കാം, ചെണ്ട കൊട്ടിക്കാം, ഒരു കൈ നോക്കാം, നക്ഷത്രം എണ്ണിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് നമ്മൾ നോർമലി പറയുമ്പോൾ ഇങ്ങനെ പറയില്ലേ, നമുക്കൊരു കൈ നോക്കിയാലോ എന്ന് പറയില്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു കൈ നോക്കാമെന്നാണ്.
ഇനി ഇംഗ്ലീഷിൻ്റെ ആൻസർ കീയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.